ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടെ വെള്ളം കുടിച്ചതിന് ഇന്ത്യൻ താരം മുഹമ്മദ് ഷമിക്കെതിരെ മുസ്ലിം പുരോഹിതൻ. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കൂടിയായ ഷഹാബുദ്ദീൻ റസ്വിയാണ് ഷമിയെ ക്രിമിനൽ എന്ന് ആക്ഷേപിച്ചത്. നോമ്പെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. जब वो खेल रहे हैं तो इसका मतलब वो सेहतमंद हैं, तंदुरुस्त हैं, तवाना हैं. अब ऐसी कंडीशन में उन्होंने रोज़ा नहीं रखा और रोज़ा न रख करके फिर उन्होंने पानी भी पिया. दुनिया ने देखा उनको पानी पीते हुए, तो एक उनकी जरिए से एक गलत पैगाम आवाम में गया और रोज़ा न रख करके उन्होंने गुनाह का काम किया. तो उनको ऐसा नहीं करना चाहिए और वो शरीयत की नज़र में वो मुजरिम हैं और गुनहगार हैं. खुदा के यहाँ उनको जवाबदेह होना पड़ेगा. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നു. രുജീഷ്, വലിയ കായിക അധ്വാനമുള്ള, വലിയ ശാരീരിക ക്ഷമത ആവശ്യപ്പെടുന്ന ഒരു കളിയാണ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ ഷമി വെള്ളം കുടിക്കുന്നു എന്നുള്ളത് ആ അർത്ഥത്തിലായിരിക്കില്ലേ ഉൾക്കൊള്ളേണ്ടത്? എന്താണ് ഈ മതപുരോഹിതൻ പറയുന്നത്? ശ്യാമിലെ, ഒരു കായിക താരം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ആരോട് നീതി പുലർത്തണം എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം മുഹമ്മദ് ഷമിയുടെ കാര്യത്തിൽ മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഒരു പന്ത് കയ്യിൽ നിന്ന് നഷ്ടമായാൽ ഒരു വിഭാഗം ആളുകൾ മുഹമ്മദ് ഷമിയെ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മതം ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നത് കാണാം. ഇപ്പോൾ നേരെ തിരിച്ച് അദ്ദേഹം നോമ്പുകാലമാണ്, പക്ഷേ അദ്ദേഹം കളിക്കുന്നത് ഓസ്ട്രേലിയയോട് സെമിയിൽ കളിക്കുന്നു. താൻ ഈ നോമ്പെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ തൻ്റെ പ്രകടനത്തിൽ ഒരു ചെറിയ പാളിച്ചയുണ്ടായാൽ തൻ്റെ രാജ്യത്തിന് മോശമാകും എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം നോമ്പെടുക്കാതെ തന്നെയാണ് കളിക്കുന്നത്. അതൊക്കെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം കൂടിയാണ്. അത് മറ്റൊരു ഭാഗത്തിൽ പറഞ്ഞാൽ അങ്ങനെ മുഹമ്മദ് ഷമി വെള്ളം കുടിച്ചത് വലിയ ഒരു തെറ്റായി വ്യാഖ്യാനിക്കുന്നതെന്ന് മാത്രമല്ല അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെമിയിൽ മുഹമ്മദ് ഷമിയുടെ കൂടി മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 3 വിക്കറ്റ് നേടി. അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇപ്പോൾ ഫൈനൽ കളിക്കാൻ യോഗ്യത നേടി ഫൈനലിന് ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഒരു മുസ്ലിം പുരോഹിതൻ, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരാൾ വിമർശിക്കുന്നത്. അത് വലിയ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആക്ഷേപം കൂടുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള തീവ്രമായി ഈ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ അത്തരത്തിൽ വിമർശിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെ പല ആളുകളും ഇത്തരത്തിൽ നോമ്പ് കാലത്ത് അവർക്ക് സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന ജോലിക്ക് നോമ്പ് എടുക്കുന്നത് ഒരു തടസ്സമായി തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാത്തൊന്നും സാധാരണഗതിയിൽ വലിയ വിമർശനമായി വരാറില്ല. പക്ഷേ ഇത്തരത്തിൽ തീവ്രമായി തന്നെ ഈ നിലപാടുകൾ കൊണ്ടുപോകുന്ന ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ പിന്തുണയുമായി തന്നെ മുഹമ്മദ് ഷമിക്ക് പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ പരിശീലകൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ബഹാവുദ്ദീൻ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഈ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ പ്രകടനത്തിനാണ് ആ സമയത്ത് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഷമി നോമ്പെടുക്കാതെ തന്നെ കളിക്കേണ്ട ഒരു സാഹചര്യം വന്നത് എന്ന് പറയുന്നു. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തായാലും മുഹമ്മദ് ഷമിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ സൈബർ ആക്രമണവും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഒരു കായിക താരം ആരോട് നീതി പുലർത്തണം എന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പോലും കൈകടത്തിക്കൊണ്ടുള്ള ഒരു സൈബർ അറ്റാക്ക് കൂടി ഈ നിമിഷം മുഹമ്മദ് ഷമി ഏറ്റുവാങ്ങുകയാണ്. ശരി രുജീഷ്, വിവരങ്ങൾ നൽകി.